സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ. എൻ്റെ ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു മിതു. അവർ രണ്ടുപേരും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, മിതുവിൻ്റെ കാര്യം മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് എനിക്ക് പറയാൻ ടോപ്പിക് ഇല്ലാണ്ടായി. മിതു അങ്ങനെ പറഞ്ഞു, മിതു ഇങ്ങനെ പറഞ്ഞു. ഫുൾ ടൈം ഞാൻ വെച്ചത് ഏതേ മിതു. കലൂർ സ്റ്റേഡിയത്തിലെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അന്ന് ഇവളും ഇവിടെ ഫ്രണ്ടും കൂടെയാണ് ആദ്യമായിട്ട് വന്നത്. അന്ന് എന്നെ കണ്ടിട്ട് ഇവള് മറ്റേ വാവ് എന്നുള്ള സീനൊക്കെ ആയിരുന്നു. ഫസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ബട്ട് യുനോ നമുക്ക് അങ്ങനെ ഒരാളെ യെസ് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അന്ന് അവൾക്ക് ചെറിയ ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. പിന്നെ അന്ന് പറയാനൊരു പ്രശ്നമുണ്ടല്ലോ പിള്ളേർക്ക്. 4-5 മാസം വട്ടം കറക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയണത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ യെസ് പറഞ്ഞു. ആൻഡ് വി സ്റ്റാർട്ടഡ് ഗോയിങ് ഔട്ട്. ആൻഡ് 4 years. ഒരു 4 കൊല്ലം നന്നായിട്ട് പ്രേമിച്ചു. അതിന് വീട്ടുകാരായിട്ട് തന്നെ നടത്തി തന്നു കാര്യങ്ങൾ. എനിക്ക് മുകളിലാത്തല്ല, ഒരു മോളൊന്നും സന്തോഷം. താഴെ കിട്ടിയപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഫിലിമിലേക്ക് ഓർമ്മ വന്നു. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് അപ്പോൾ ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ കണ്ണടച്ച് നിന്നു കുറച്ച് നേരം. എന്തിനാ അവസാനം മനസ്സിലായി, ഓക്കെ കല്യാണം കഴിഞ്ഞു. ഫ്രം മിസ് ടു മിസ്സസ് ആയി. സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് മിതു നമ്മൾ മാരീഡ് കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു. വൈകുന്നേരം വരെ തന്നെ പരിപാടി. प्रीतम से मिलने के लिए वैसे ही प्रिया चली मन मंदिर के इस आंगन में जीवन की ज्योत जली उल्फत की रोशन गलियों में एक चंद्र प्रभा निकली दो नजरों में दो बदनों में है चाहत की എല്ലാം മംഗളകരമായിട്ട് നടന്നു. എല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങളുടെ ജീവിതം ഏകദേശം തീരാറായി എന്ന് പറയാം. ഇനി പിള്ളേരുടെ ജീവിതമാണ്, അവർക്ക് കുടുംബം. കല്യാണം കഴിഞ്ഞല്ലേ നല്ല രീതിയിൽ ജീവിക്കാം.